മറ്റു വാർത്തകളിലേക്ക്. കേന്ദ്ര ബജറ്റിൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ പൂർണ്ണമായും അവഗണിച്ചു എന്ന് ആരോപിച്ച് പാർലമെന്റിന് മുന്നിൽ ഇന്ത്യ സഖ്യ എംപിമാരുടെ പ്രതിഷേധം നടക്കുകയാണ്. നേരത്തെ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചു എന്ന് ആരോപിച്ച് സംസ്ഥാനത്തെ UDF LDF എംപിമാർ പ്രതിഷേധിച്ചിരുന്നു. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. കേരളത്തോടുള്ള അവഗണനയോടുള്ള പ്രതിഷേധമാണല്ലോ പാർലമെന്റിന്റെ പുറത്തിപ്പോൾ കാണുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, ഈ ബഡ്ജറ്റ് സമ്മേളനത്തിന്റെ അടുത്ത ദിവസം പാർലമെന്റ് നടപടിക്രമങ്ങൾ പ്രക്ഷുബ്ധമാകും എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ സഭയുടെ പുറത്ത് കാണുന്നത്. കേരളത്തിൽ നിന്നുള്ള എംപിമാർ, അത് പക്ഷഭേദമന്യേ UDF LDF എംപിമാർ ചേർന്നാണ് കേരളത്തോടുള്ള അവഗണന, കേരളവും ഇന്ത്യയിലാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഫെഡറൽ വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യത്ത് കേരളത്തിന് അർഹമായിട്ടുള്ള വിഹിതം അനുവദിക്കാൻ തയ്യാറാകാതിരുന്ന കാര്യം അടക്കം ഉയർത്തിക്കാട്ടിയായിരുന്നു ഈ പ്രതിഷേധം. സമാനമായിട്ട് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ പങ്കെടുത്ത പ്രതിഷേധവും പാർലമെന്റിന് മുൻപ് നടന്നു, പാർലമെന്റ് വളപ്പിൽ നടന്നു. സോണിയാഗാന്ധി അടക്കമുള്ളവർ പങ്കെടുത്ത പ്രതിഷേധമാണ് നടന്നത്. വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം. ഈ ബഡ്ജറ്റ് ഈ ഫെഡറൽ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു ഈ പ്രതിഷേധ പ്രകടനം ഇപ്പോൾ നടക്കുന്നത്. ഈ പ്രതിഷേധം 11 മണിവരെ നീളും. അതിനുശേഷം സഭയ്ക്കുള്ളിൽ ഈ വിഷയം ഉയർത്താനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി സ്വീകരിച്ചിരിക്കുന്നത്. അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് നൽകിയിട്ടുണ്ട്. ലോക്സഭയിലും രാജ്യസഭയിലും ഈ അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് ഇന്ത്യ മുന്നണി ഘടകകക്ഷികൾ നൽകിയിട്ടുണ്ട്. സഭ നിർത്തിവെച്ച് ഈ ബഡ്ജറ്റിൽ ഉണ്ടായ വിവേചനപരമായിട്ടുള്ള സമീപനം, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അത് സഭാ നടപടികളെ പ്രക്ഷുബ്ധമാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുകയാണ്. NDAയുടെയും ഇന്ത്യ മുന്നണിയുടെയും നേതൃയോഗങ്ങൾ, പ്രധാന നേതാക്കന്മാർ പങ്കെടുത്ത യോഗങ്ങൾ നടന്നിരുന്നു. ആ യോഗത്തിൽ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തി ഇന്ത്യ മുന്നണി തീരുമാനിച്ചിരിക്കുന്നത് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഉയർത്താനാണ്. NDA ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുകൂലമായിട്ടുള്ള പദ്ധതികൾ, അതിനെക്കുറിച്ച് കൂടുതൽ താഴെ തലങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചരണ പരിപാടികൾ ആരംഭിക്കാനുള്ള തീരുമാനവും കൈക്കൊണ്ടിട്ടുണ്ട്. ശരി, രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. പാർലമെന്റിന് പുറത്ത് പ്രതിപക്ഷ എംപിമാരുടെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കേരളത്തോടുള്ള അവഗണന, ബജറ്റിനകത്തുള്ള പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ ഈ പ്രതിഷേധം നടക്കുന്നത്. പാർലമെന്റ് സമ്മേളനം കൂടുതൽ പ്രക്ഷുബ്ധമാകാം എന്നതിന്റെ സൂചന കൂടിയായി ഈ പ്രതിഷേധത്തെ കാണാമെന്നാണ് രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് നൽകുന്ന റിപ്പോർട്ട്.